വിചാരണ കോടതി വിധിയിൽ അതിജീവിത പൂർണ്ണ അതൃപ്തിയിൽ. നീതി നടപ്പിലായില്ലെന്ന വിലയിരുത്തലിലാണ് അതിജീവിത. ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് തീരുമാനം. വിചാരണ കോടതിക്കെതിരെ ആദ്യം മുതൽ അതിജീവിത കടുത്ത നിലപാട് എടുത്തിരുന്നു. ആദ്യം മുതൽ അതിജീവിതയും സർക്കാരും അവിശ്വസിക്കുന്ന അപൂർവത നടിയെ ആക്രമിച്ച കേസിലുണ്ടായിരുന്നുവെന്ന് മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്യുന്നു. കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഹണിയം വർഗീസിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിതയും സർക്കാരും 2 തവണ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എത്തിയതും അപൂർവത തന്നെയാണ്. ഒരു ഘട്ടത്തിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്നില്ലെന്ന നിലപാട് പോലും നടിയും സർക്കാരും സ്വീകരിച്ചു. അതിജീവിത ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയോഗിച്ചത്. ഇതിനെ ദിലീപ് എതിർത്തു. അപ്പോൾ ശക്തമായ നിലപാട് നടിയെടുത്തു. പിന്നീട് ഇതേ ജഡ്ജിക്കെതിരെ തന്നെ അതിജീവിത നിലപാടെടുത്തു. ഇനി അന്തിമ വിധി പരിശോധിച്ച് അപ്പീലിന് പോകും. അതിനുള്ള സാധ്യത അതിജീവിത തേടുന്നുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തക ബർഖ തത്തിന് നൽകിയ അഭിമുഖത്തിൽ കോടതിയിൽ വിചാരണയ്ക്കിടെ നേരിടേണ്ടി വന്ന തിക്ത അനുഭവങ്ങളെക്കുറിച്ച് അതിജീവിത തുറന്നു പറഞ്ഞിരുന്നു. 2020 കോടതിയിൽ 15 ദിവസം പോയി. ആ നിമിഷങ്ങളിൽ ഓരോ നിമിഷവും താൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് തെളിയിക്കേണ്ടി വന്നുവെന്നാണ് നടി ബർഖ ദത്തിനോട് പറഞ്ഞത്. ഇതേ നിലപാടിൽ തന്നെയാണ് അതിജീവിത ഇപ്പോഴും. ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത്. 6 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരാണെന്നും കോടതി വിധിച്ചു. ബാക്കി പ്രതികളെയെല്ലാം വെറുതെ വിട്ടു. ഈ വിധിയിൽ അതിജീവിത ഒട്ടും തൃപ്തയല്ല. കേസിന്റെ വിചാരണ ആരംഭിച്ചപ്പോൾ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടായിരുന്നു ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. നടിയുടെ സ്വഭാവത്തെ പോലും ചോദ്യം ചെയ്യുന്ന സമീപനമാണ് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന പരാതിയും ഉന്നയിക്കുകയുണ്ടായി. അതിജീവിതയുടെ ക്രോസ് വിസ്താരം പല ദിവസങ്ങളിലും വൈകിട്ട് 7 വരെ നീണ്ടു. അതിജീവിതയെ ബുദ്ധിമുട്ടിക്കാൻ 30-ലധികം അഭിഭാഷകരാണ് പങ്കെടുത്തത്. വാദി പ്രതിഭാഗത്തെ ബാലൻസ് ചെയ്യാൻ ജഡ്ജി തയ്യാറാകുന്നില്ലെന്ന പരാതിയും ഉയർന്നു. അതിജീവിതയെ പരുക്കനായി വിസ്തരിക്കുന്നത് തടഞ്ഞില്ല. സംഭവിച്ച കാര്യങ്ങൾ ഒരു കൂട്ടം അഭിഭാഷകരുടെ മുന്നിൽ ആവർത്തിക്കേണ്ടി വന്നപ്പോൾ ഇര തകർന്നുപോയി എന്നത് വിവാദമായി. ഈ വാദമുയർത്തി ഹൈക്കോടതിയിലെത്തി. വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. സുപ്രീം കോടതിയും ആവശ്യം തള്ളി. 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചതും ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കണം. ആദ്യം A സുരേശനും രണ്ടാമത് VN അനിൽകുമാറുമാണ് പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെച്ചത്.